എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഞാനൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഐ ചൂസ് കോമേഴ്സ്. ഞാനത് ഇഷ്ടപ്പെട്ടെടുത്തതാണ്. ഞാൻ വേറൊന്നിനോടൊന്നും ഭയം കൊണ്ടല്ല ഞാൻ സയൻസിനെ പറ്റി പറഞ്ഞത്. പക്ഷെ എൻ്റെ ഇഷ്ടം അതായിരുന്നു. ഞാൻ MBA തന്നെ ചെയ്യുമ്പോഴും ഐ എൻജോയ് ഡൂയിങ് ദാറ്റ്. അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഒക്കെ ഈ സമയത്ത് ഞാൻ ക്ലാസ്സിൽ കയറുന്ന സമയത്ത് വലിയ പ്രശ്നമില്ലെങ്കിലും കയറാത്ത സമയത്ത് അപ്പൊ നിങ്ങൾ ആക്ച്വലി പ്രിഫർ ചെയ്യുന്നത് ഇതാണോ? നിങ്ങളുടെ പാഷൻ ഇതാണോ? നിങ്ങളുടെ ചോയ്സ് ഇതാണോ? നിങ്ങളൊക്കെ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി ഐ ഫീൽ യു നിങ്ങളുടെ സ്വപ്നങ്ങളെ ചേസ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കും. ആദ്യത്തെ മലയാളിയായിട്ട് മാറി. അപ്പം പഴയപോലെ ടാലന്റോ പിന്നെ പ്രോഡക്റ്റോ ഐഡിയാസോ ജോഗ്രഫിക്കലി കൺഫൈൻഡ് അല്ല. ഏത് മുക്കിലും മൂലയിലും ഏത് കോർണറിലും കിട്ടും. 2 GB ഡാറ്റയും 6 ഇഞ്ച് സ്ക്രീനും കൊണ്ട് ലോകത്തെ എവിടെയുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. ഫൗണ്ടേഷൻ എന്നുള്ള കോഴ്സിന് 10ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതായത് നമ്മൾ 10ാം ക്ലാസ് തൊട്ടേ നമ്മളെ ഡ്രീമിലേക്ക് പോവാണ്. ഞാൻ CA ആവാൻ പോവാണ് എന്നുള്ള ഡ്രീമിലേക്ക് പോവാണ് അല്ലേ? അക്കൗണ്ടിംഗ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അക്കൗണ്ടിംഗ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, അനലൈസിങ്, സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് വാട്ട് ഇന്റർപ്രറ്റിംഗ് എന്ന് പറഞ്ഞു. എന്നാൽ ഈ ഒരു വാക്കിന്റെ അർത്ഥം എന്താ? അക്കൗണ്ടൻസി. അങ്ങനെ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് സ്റ്റാൻഡർഡൈസ് ആയി GAAP, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അല്ലേ? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണോ? ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണോ? ഇതെല്ലാം പ്രകാരം ഈ അക്കൗണ്ടിങ്ങിനെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് ചെയ്ത് ഡിസിഷൻ മേക്കിംഗിന് വേണ്ടിയിലേക്ക് ഉപയോഗിക്കുന്ന ആ അക്കൗണ്ടിംഗ് പറയുന്ന പേരാണ് എന്ത് എന്ന്? അക്കൗണ്ടൻസി എന്ന് പറയും. ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു ഫേസ് എക്സാം കോൺഫിഡൻറ്റ്ലി. നിങ്ങൾക്ക് എങ്ങനെ എക്സാം കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ സാധിക്കും, അതിനുവേണ്ടി നിങ്ങളെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ്. ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം വായിക്കേണ്ടത് എളുപ്പമുള്ള സബ്ജക്റ്റ് ആണോ പ്രയാസമുള്ള സബ്ജക്റ്റ് ആണോ? പ്രയാസമുള്ള സബ്ജക്റ്റ്.